പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ വേദിയിലിരിക്കുമ്പോൾ ഞാൻ ചുറ്റുമുള്ളവരെ നോക്കുകയായിരുന്നു. ഇത്തരമൊരു പരിപാടി ഔപചാരികമായി തുടക്കം കുറിക്കുന്നതിന് എന്നേക്കാൾ സർവഥാ യോഗ്യരായിട്ടുള്ള ആളുകളാണ് ഇടത്തും വലത്തുമെല്ലാം ഞാൻ കാണുന്നത്. ബഹുമാന്യനായ ടി കെ ഹംസാക്ക മുതൽ എല്ലാവരും, ഓരോരുത്തരെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല, സംഗീത നാടക അക്കാദമിയുടെ സെക്രട്ടറി ശ്രീ കരുവള്ളൂർ മുരളി ഉൾപ്പെടെയുള്ളവർ എല്ലാവരും ഈ വേദിയിലുണ്ട്. നിലമ്പൂർ ഐഷാത്തെ ആദരിക്കുന്ന ഒരു പരിപാടിയുടെ ഉദ്ഘാടകനായി ഇവരെല്ലാം ഇവിടെ ഇരിക്കുമ്പോഴും എന്നെ ക്ഷണിക്കാനുള്ള കാരണം ഞാൻ വിചാരിക്കുന്നത് ഐഷാത്തയുടെ നാട്ടുകാരനായി, ഐഷാത്തയെ ഏറെക്കാലമായി അറിയുന്ന ആ നാട്ടുകാരൻ എന്ന പരിഗണനയിലായിരിക്കും ക്ഷണിച്ചിട്ടുണ്ടാവുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ പരിപാടി പല കാരണങ്ങൾ കൊണ്ടും വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. ഈ സദസ്സും പ്രൗഢമായിട്ടുള്ളതാണ്. ഞാനിവിടെ നോക്കുമ്പോൾ ഏറ്റവും പുറകിലിരിക്കുന്ന എൻ്റെ കൂട്ടുകാരിയും അറിയപ്പെടുന്ന ചിത്രകാരിയുമായ CH മാരിയത്താണ്. അപ്പോൾ ഏറ്റവും പുറകിലിരിക്കുന്ന ആൾ മുതൽ ഇങ്ങോട്ട് വിവിധ രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ളവർ, ഈ സമൂഹം ഏറെ പ്രതീക്ഷിക്കുന്നവരെല്ലാം ഒത്തുകൂടിയിട്ടുള്ള ഒരു പരിപാടിയാണിത്. ഒരു നാടക പ്രവർത്തക എന്ന നിലയിൽ നാടക ചലച്ചിത്ര രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരാളെന്ന നിലയിൽ മാത്രമല്ല ഐഷാത്ത അറിയപ്പെടേണ്ടതും വിലയിരുത്തപ്പെടേണ്ടതും. ഒരു കലാകാരി എന്നതുപോലെ ഒരുപാട് കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ ഒരാൾ എന്നതുപോലെ ആധുനിക കേരളത്തെ സൃഷ്ടിച്ചതിലും ഒട്ടും ചെറുതല്ലാത്ത പങ്ക് വഹിച്ച ഒരു വ്യക്തിത്വമായി ഐഷാത്തയെ ഒരു സൂക്ഷ്മ പരിശോധനയ്ക്ക്, വിലയിരുത്തലിന് നമ്മുടെ സമൂഹം ഇനിയും തയ്യാറായിട്ടുണ്ടോ എന്ന് സംശയമാണ്. ലോകത്തിലെ എല്ലാ സമൂഹങ്ങളെയും പുരോഗതിയിലേക്ക് നയിച്ചതിൽ അതത് സമൂഹങ്ങളിൽ നടന്നിട്ടുള്ള കലാസാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് വലിയ പങ്കുണ്ട്, കലാസാഹിത്യ പ്രവർത്തനങ്ങൾക്ക് വലിയ പങ്കുണ്ട്. അതിൻ്റെ ഉദാഹരണങ്ങൾ എത്ര പറഞ്ഞാലും അവസാനിക്കുകയുമില്ല. ഇന്ന് കാണുന്നത് പോലെ ലോകത്തെ മാറ്റിത്തീർത്തതിൽ കലാസാഹിത്യ പ്രവർത്തനങ്ങളുടെ, കലാസാഹിത്യ ആവിഷ്കാരങ്ങൾ വഹിച്ചിട്ടുള്ള പങ്ക് എല്ലാ നാടുകളിലും പഠന വിഷയമായിട്ടുള്ളതാണ്. ഇപ്പോൾ അമേരിക്കയിൽ അടിമത്തം നിയമം മൂലം നിരോധിച്ചതുകൊണ്ടാണ് സ്കൂളിൽ പഠിക്കുമ്പോൾ എബ്രഹാം ലിങ്കണെ അടിമകളുടെ വിമോചകൻ എന്ന് നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ളത്. അടിമത്തം നിയമം മൂലം നിരോധിക്കുന്നതിലേക്ക് അമേരിക്കൻ സമൂഹത്തെ നയിച്ചത് യഥാർത്ഥത്തിൽ ഒരു നോവലായിരുന്നു എന്ന് ഒരുപാട് പേർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. 1850 മറ്റോ ആണ് അങ്കിൾ ടോംസ് ക്യാബിൻ എന്ന നോവൽ അമേരിക്കയിൽ പുറത്തിറങ്ങുന്നത്. ഹാരിയറ്റ് എലിസബത്ത് ബീച്ചർ സ്റ്റോവ് എന്ന എഴുത്തുകാരിയുടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട നോവലായിരുന്നു അത്. ആ നോവൽ വലിയ പ്രചാരം നേടിക്കഴിഞ്ഞപ്പോഴാണ് ഇന്നലെ വരെ ഒരു സാധാരണ കാര്യം എന്ന പോലെ അമേരിക്കൻ ജനത അവരുടെ നിത്യജീവിതത്തിൽ കണ്ടുപരിചയിച്ച, പ്രത്യേകിച്ച് ഒരു കാര്യവും തോന്നാതിരുന്ന ഒരു സാധാരണ കാര്യമായി മാത്രം അവർ കണ്ടുപരിചയിച്ച അടിമത്തം അതെത്രമാത്രം മനുഷ്യത്വരഹിതമാണ്, ക്രൂരമാണ്, എത്രയും വേഗം തുടച്ചു നീക്കേണ്ട ഒരു സാമൂഹ്യ വിപത്താണ് എന്ന് അമേരിക്കയിലെ ജനങ്ങളിൽ നല്ലൊരു പങ്കും തിരിച്ചറിഞ്ഞത് ഈ നോവൽ വായിച്ചപ്പോഴാണ്. അടിമത്തം നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വലിയ സമരങ്ങൾക്ക് തുടക്കം കുറിച്ചതും ഈ നോവലിൻ്റെ വായനാനുഭവത്തിൽ നിന്ന് ഒരു നിലപാട് സ്വീകരിച്ച അമേരിക്കയിലെ ജനങ്ങളായിരുന്നു എന്നതാണ് ചരിത്രം. ഒരു വ്യാഴവട്ടം തികയുന്നതിന് മുൻപ് നിയമം മൂലം അമേരിക്കയിൽ അടിമത്തം നിരോധിച്ചു. മനുഷ്യനെ ചെങ്ങലകളിൽ പൂട്ടിയിട്ട് ചന്തകളിൽ കൊണ്ടുപോയി വിലപേശി വിൽക്കുന്ന, മനുഷ്യനെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യാൻ കഴിയുന്ന ഒരു കാലത്തു നിന്ന് അമേരിക്ക മനുഷ്യരുടെ കാലത്തേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് ഒരർത്ഥത്തിൽ അവിടെ നിന്നാണ്. അന്ന് എബ്രഹാം ലിങ്കൺ നോവലിസ്റ്റായ ബീച്ചർ സ്റ്റോവിനെ വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നുണ്ട്. ആ ക്ഷണം സ്വീകരിച്ചെത്തിയ നോവലിസ്റ്റിനെ ചൂണ്ടി അന്ന് എബ്രഹാം ലിങ്കൺ പറഞ്ഞു അത്രേ, ഇവരാണ്, ഈ വനിതയാണ്
ഈ മഹാസമരം തുടങ്ങി വെച്ചവർ എന്ന് അവരെ അഭിനന്ദിച്ചതായി ചരിത്രം പറയുന്നുണ്ട്. ഇതൊരു നോവലിൻ്റെയോ ഒരു രാജ്യത്തിൻ്റെയോ അടിമത്തത്തിൻ്റെയോ മാത്രം കാര്യത്തിലുള്ള ഒരു ചരിത്ര സംഭവമല്ല. അമേരിക്ക തന്നെ അത്തരത്തിലുള്ള എത്രയോ സാമൂഹ്യ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പിന്നീട് ഏറെക്കാലത്തിന് ശേഷമാണ് സോഷ്യലിസ്റ്റ് എഴുത്തുകാരനായി അറിയപ്പെടുന്ന അപ്റ്റൺ സിൻക്ലെയർ അദ്ദേഹത്തിൻ്റെ ദ ജംഗിൾ എന്ന നോവൽ പുറത്തിറങ്ങുന്നത്. ആ നോവൽ ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പോൾ കടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഭക്ഷ്യ വ്യവസായ രംഗത്തെ തൊഴിൽ ചൂഷണം അതുപോലെ തന്നെ മറ്റ് പ്രശ്നങ്ങളെല്ലാം അമേരിക്കൻ സമൂഹത്തിൽ ചർച്ചാ വിഷയമായി മാറിയത് ആ നോവൽ വന്നതിന് ശേഷമാണ്. ഒരു വർഷം തികയുന്നതിന് മുൻപ് അമേരിക്കയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ഭക്ഷ്യസുരക്ഷാ നിയമം നിലവിൽ വരികയുണ്ടായി. ആ നിയമനിർമ്മാണത്തിലേക്ക് അമേരിക്കൻ സമൂഹത്തെ നയിച്ചത് അപ്റ്റൺ സിൻക്ലെയറുടെ നോവലാണ്. അവിടെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ ഇടപെടലുകൾ, സാഹിത്യരചനയിലൂടെ ഉള്ള സാമൂഹ്യ ഇടപെടലുകൾ അവസാനിക്കുന്നില്ല. പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ തന്നെ ദ ബ്രാസ് ചെക്ക് പുറത്തിറങ്ങുന്നുണ്ട്. അത് പ്രധാനമായും അദ്ദേഹം വിമർശന വിധേയമാക്കിയത് അമേരിക്കയിലെ മാധ്യമ പ്രവർത്തന രംഗത്തെ അനഭിലഷണീയമായ പ്രവണതകളെയാണ്. നമ്മൾ മഞ്ഞപത്ര ശൈലി എന്നൊക്കെ വിമർശിക്കുന്ന ജീർണതകൾക്കെതിരായിട്ടുള്ള ഒരു സാഹിത്യ ഇടപെടലായാണ് കൃതി വിലയിരുത്തപ്പെട്ടത്. തൊട്ടുപുറകെ അമേരിക്കയുടെ ചരിത്രത്തിലെ ആദ്യത്തെ മാധ്യമപ്രവർത്തകരുടെ നിയമാവലി അംഗീകരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ സാമൂഹ്യ പരിഷ്കരണത്തിന്, നിയമനിർമ്മാണത്തിനൊക്കെ തുടക്കം കുറിച്ചതായി കൃതികൾ, കലാസൃഷ്ടികൾ ഒക്കെ മാറിയതിന് എല്ലാ രാജ്യങ്ങളിലും ഉദാഹരണമുണ്ട്. ഇവിടെ ജാതീയതയ്ക്കെതിരായ സാമൂഹ്യ മുന്നേറ്റം യാഥാർത്ഥ്യമാക്കുന്നതിൽ ആശാന്റെ കൃതികൾ വഹിച്ച പങ്ക് കേരളത്തിൽ പലതവണ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ജാതീയതയുടെ അംശങ്ങൾ ഇപ്പോഴും കേരളത്തിൽ നിലനിൽക്കുന്നു എന്ന് പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് തെറ്റല്ല താനും. എങ്കിലും ജാതീയമായ ഉച്ചനീചത്വങ്ങളെ തുടച്ചു നീക്കാൻ ഒരു വലിയ പരിധിയോളം കേരളീയ സമൂഹത്തിന് സാധിച്ചിട്ടുണ്ട്. അതിന് ആശാന്റേത് ഉൾപ്പെടെയുള്ള കൃതികൾ നൽകിയിട്ടുള്ള സംഭാവനയും നമുക്ക് ചുരുക്കി കാണാനാവില്ല. കേരളത്തിലെ ഇടതുപക്ഷ മനസ്സ് രാജ്യവ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത, നാളെ കേരളം ഒരു വിധിയെഴുത്തിന് കാതോർത്തു നിൽക്കുകയാണ്. അത്തരം കാര്യങ്ങളെക്കുറിച്ച് പരാമർശിക്കേണ്ട ഒരു വേദിയല്ല ഇത് എന്ന് എനിക്ക് തോന്നുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. പക്ഷേ കേരളത്തിന് ഏത് കൊടുങ്കാറ്റിലും ഉലഞ്ഞു പോകാത്ത ഒരു ഇടതുപക്ഷ മനസ്സുണ്ട്. ആ മനസ്സ് സൃഷ്ടിച്ചതിലും കേരളത്തിലെ ഒട്ടേറെ സാമൂഹ്യ ഘടകങ്ങളെ പോലെ തന്നെ കലാസാഹിത്യ സൃഷ്ടികൾക്ക്, പ്രത്യേകിച്ച് നാടകത്തിനുള്ള പങ്കും ചെറുതല്ല. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന തോപ്പിൽ ഭാസിയുടെ നാടകം, ആ നാടകം രചിക്കപ്പെട്ട കാലയളവിനും സവിശേഷതകളേറെയുണ്ട്. രാജ്യവ്യാപകമായി, പ്രത്യേകിച്ച് കേരളത്തിൽ, അന്ന് കേരളം എന്ന പേരിൽ ഒരു സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും തിരുവിതാംകൂറും കൊച്ചിയും മദുരാശിയുടെ ഭാഗമായുള്ള മലബാറും എല്ലാമായിട്ടാണ് നമ്മൾ നിൽക്കുന്നതെങ്കിലും അന്ന് ഇവിടങ്ങളിലെല്ലാം രൂക്ഷമായ കമ്മ്യൂണിസ്റ്റ് വേട്ട വലിയ വെല്ലുവിളി ഉയർത്തിയ ഒരു കാലമായിരുന്നു സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷമുണ്ടായ ആ കാലയളവ്. കൊഞ്ചിയത്തും പാടിക്കുന്നിലും ഒക്കെ നിരവധി വിപ്ലവകാരികൾ കൊല്ലപ്പെട്ട, സേലം ജയിലിൽ കർഷക പോരാളികളെ വെടിവെച്ച് കൊന്ന, ശൂരനാട്ട് നിരവധി പേർ വേട്ടയാടി കൊല്ലപ്പെട്ട ഒരു കാലം. അങ്ങനെ ഒരു കാലത്ത് ഒളിവിൽ താമസിച്ചുകൊണ്ടാണ് തോപ്പിൽ ഭാസി നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം രചിക്കുന്നത്. രാജ്യം മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹം രചിച്ച നാടകത്തിനിട്ട പേര് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നാണ്. 1952 ചവറയിലാണ് ആദ്യമായി ആ നാടകം അരങ്ങിൽ അവതരിപ്പിക്കുന്നത്. കൃത്യം 5 കൊല്ലം തികഞ്ഞപ്പോഴേക്ക് കേരളത്തിൽ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് നടക്കുകയും ബാലറ്റ് പേപ്പറിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരികയും ചെയ്തു. പലരും പിന്നീട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, കേരളത്തിൽ പൊതുവെയും തിരുവിതാംകൂറിൽ പ്രത്യേകിച്ചും ഇടതുപക്ഷ രാഷ്ട്രീയ ആശയങ്ങൾക്ക് വലിയ പ്രചാരം നൽകിയത്, ഇടതുപക്ഷ രാഷ്ട്രീയ ധാരയിലേക്ക് സാധാരണക്കാരായ മനുഷ്യർ കൂടുതൽ ആകൃഷ്ടരായത്, അതിലെല്ലാം നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകവും വലിയ പങ്ക് വഹിച്ചതായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോൾ സാമൂഹ്യ മാറ്റങ്ങളിൽ കലാസൃഷ്ടികൾ, സാഹിത്യകൃതികൾ വഹിച്ചിട്ടുള്ള പങ്ക് എത്ര പറഞ്ഞാലും അവസാനിക്കില്ല. ഞാനിതെല്ലാം ഇവിടെ സൂചിപ്പിക്കാൻ കാരണം, ഇന്ന് നമ്മൾ ആദരിക്കുന്നത്, ഐഷാത്തയെ ആദരിക്കുന്നത് അവരുടെ കലാപ്രവർത്തനങ്ങളുടെ പേരിലാണ്. എന്നാൽ കലാപ്രവർത്തനം എന്ന ആ ഒരു പ്രയോഗത്തിൻ്റെ പരിധിക്കുള്ളിൽ മാത്രം നിന്നുകൊണ്ടല്ല,
നിലമ്പൂർ ഐഷ എന്ന കലാകാരിയെ വിലയിരുത്തേണ്ടത്. അവർ നാടകരംഗത്തേക്ക് കടന്നു വന്ന കാലം എല്ലാവർക്കും അറിവുള്ളൊരു കാലമാണ്. കേരളത്തിൽ കലാസാംസ്കാരിക പ്രവർത്തന രംഗത്തേക്ക് പൊതുവിൽ ആളുകൾ കടന്നു വരാൻ മടിച്ച ഒരു കാലം, പ്രത്യേകിച്ച് സ്ത്രീകളായ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകാൻ കലാകാരികളെ കിട്ടാത്ത ഘട്ടത്തിൽ പുരുഷന്മാർ തന്നെ സ്ത്രീവേഷം കെട്ടി അരങ്ങത്ത് വരുന്ന ഒരു കാലം, സ്ത്രീകൾ അരങ്ങത്ത് വരാൻ മടിച്ചു നിന്ന ഒരു കാലത്ത് ഐഷാത്ത നാടകനടിയായി കടന്നു വന്നു. പ്രത്യേകിച്ചും ഇസ്ലാം മതത്തിൽ നിന്നും, ഇസ്ലാം മത പരിസരത്തു നിന്നും ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി നാടകവേദിയിലേക്ക് കടന്നു വരുന്നു എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് അത് ചിന്തിക്കാൻ കഴിയുന്നതും അപ്പുറമായിരുന്നു. അതുകൊണ്ട് തന്നെ അഭിനന്ദനങ്ങളല്ല ആ ഘട്ടത്തിൽ ഏറ്റുവാങ്ങേണ്ടി വന്നത്. ക്രൂരമായ പരിഹാസങ്ങളും ആക്രമണങ്ങളും ധീരമായി നേരിട്ട് കേരളീയ സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി താൻ തിരഞ്ഞെടുത്ത മാധ്യമത്തിൽ അടിയുറച്ച് നിൽക്കേണ്ടി വന്നയാളാണ് നിലമ്പൂർ ഐഷ. നിലമ്പൂർ ഐഷാത്തെ വെടിവെച്ച് കൊല്ലാൻ ശ്രമമുണ്ടായി. ഒരുപക്ഷെ ഇവിടെ അത് പരാമർശിച്ചിട്ടുണ്ടാവും. തലനാരിയുടെ വ്യത്യാസത്തിന് വെടിയുണ്ടയിൽ നിന്നും രക്ഷപ്പെട്ടയാളാണ് നിലമ്പൂർ ഐഷ. അപ്പോൾ വെടിയുണ്ടകളെ നേരിട്ട് സാമൂഹ്യ പരിഷ്കരണത്തിനു വേണ്ടി രംഗത്തിറങ്ങിയെന്നൊക്കെ പറയുമ്പോൾ ആലങ്കാരികതയുടെ അംശമല്ല അത്തരത്തിൽ ഉള്ള പരാമർശങ്ങൾക്ക് ഐഷാത്തയെ സംബന്ധിച്ചിടത്തോളം. അവരുടെ ജീവിതാനുഭവങ്ങളാണ്. അങ്ങനെ പരിഹാസത്തെയും ആക്രമണത്തെയും സാമൂഹ്യമായ ഒറ്റപ്പെടുത്തലിനെയും വധശ്രമത്തെയും അതിജീവിച്ച് നാടകരംഗത്ത്, കലാരംഗത്ത് ഉറച്ചു നിൽക്കാൻ അവർക്ക് സാധിച്ചു. ഒരു മനസ്സിനാകാൻ നോക്ക് എന്ന നാടകത്തിലാണ് ആദ്യമായി ഐഷാത്ത അഭിനയിച്ചത്. EKIMO നാടകം അണിയിച്ചൊരുക്കിയത്. ആ നാടകവും പിറന്നു വീണത് നിലമ്പൂരിലാണ്. നിലമ്പൂരിലെ സംബന്ധിച്ചിടത്തോളം എല്ലാ നാടുകൾക്കും പ്രൗഢമായ ചരിത്രമുണ്ടാവും. നിലമ്പൂരിനും അത്തരമൊരു ചരിത്രമുണ്ട്. നിലമ്പൂർ ബാലനും EKIMOവും KG ഉണ്ണീനും ഒക്കെ നേതൃത്വം കൊടുത്ത, ഡോക്ടർ ഉസ്മാനും ഒക്കെ നേതൃത്വം കൊടുത്ത കലാസാംസ്കാരിക പ്രവർത്തനങ്ങളുടെ മഹത്തായ ഒരു ചരിത്രം നിലമ്പൂരിനുണ്ട്. ആ ചരിത്രത്തിലെ മഹാപാരമ്പര്യത്തിൻ്റെ കണ്ണികളിൽ പെട്ട ഒരാളാണ് നിലമ്പൂർ ഐഷാത്തയും. നിലമ്പൂർ ഐഷാത്ത അരങ്ങിൽ കഥാപാത്രങ്ങൾക്ക് ജീവൻ പകർന്നത് കണ്ട എത്ര പേരിവിടെ ഉണ്ട് എന്നെനിക്കറിയില്ല. എനിക്കങ്ങനെ കാണാൻ ഒരവസരമുണ്ടായി, ഒരു ഭാഗ്യമുണ്ടായി. അതിപ്പോഴല്ല, 10-30 വർഷങ്ങൾക്ക് മുൻപാണ്. അന്ന് ഐഷാത്ത ചിലപ്പോൾ ഓർമ്മിക്കുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. KTയുടെ ഇത് ഭൂമിയാണ് എന്ന നാടകത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ നിലമ്പൂരിൽ വെച്ച് നടക്കുകയുണ്ടായി. KT എന്ന് പറഞ്ഞാൽ കേരള തിയേറ്റർ എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് എന്നൊരു ഘട്ടത്തിൽ കേരളത്തിൽ പൊതുവിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. കേരളീയ നാടകവേദിക്ക് മഹത്തായ സംഭാവനകൾ നൽകിയ, അല്ലെങ്കിൽ ലോക നാടകവേദിക്ക് തന്നെ മലയാളം നൽകിയ മഹാസംഭാവനയാണ് KT എന്ന് പറഞ്ഞാലും അതിൽ അതിശയോക്തി ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കലിംഗ തിയേറ്റേഴ്സും എല്ലാം കോഴിക്കോടാണ് കേന്ദ്രമാക്കിയതെങ്കിലും ഇത് ഭൂമിയാണ് എന്ന നാടകം രചിച്ചത് നിലമ്പൂരിൽ വെച്ചാണ്. അതിൻ്റെ രചനാ വേദി നിലമ്പൂരാണ്. അതുകൊണ്ടാണ് അവിടെ അതിൻ്റെ സുവർണ ജൂബിലി ആഘോഷം ഉചിതമായി നടത്തിയത്. അന്ന് ഇത് ഭൂമിയാണ് എന്ന KTയുടെ പ്രസിദ്ധമായ നാടകം, ഇത് ഭൂമിയാണെന്ന നാടകം 30 വർഷം മുൻപ് കാണുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് എഴുതിയ ഒരു നാടകമാണ് എന്ന തോന്നലാണ് എൻ്റെ മനസ്സിലുണ്ടായത്. അന്നത് 19 കൊല്ലം മുമ്പ് എഴുതിയ നാടകമാണ്. കാലത്തെ അതിജീവിക്കാൻ കഴിഞ്ഞ ഒരു നാടകമായി എനിക്ക് അനുഭവപ്പെട്ടു, ഒരു നാടക പ്രേക്ഷകൻ എന്ന നിലയ്ക്ക്, ഒരു കാഴ്ചക്കാരൻ എന്ന നിലയ്ക്ക്. ആ നാടകത്തിൽ അന്ന് ഒരു കഥാപാത്രത്തെ ഐഷാത്ത അവതരിപ്പിക്കുകയുണ്ടായി. എത്ര മിഴിവാർന്ന നിലയിലാണ്, എത്രമാത്രം കഥാപാത്രമായി അരങ്ങിൽ ഐഷാത്ത മാറി എന്ന് വിസ്മയത്തോടെ മുന്നിൽ നിന്ന് കണ്ടത് ഇന്നലെ എന്ന പോലെ ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. ഐഷാത്തയുടെ നാടക പ്രവർത്തനം, ചലച്ചിത്ര രംഗത്തെ പ്രവർത്തനം, അതെല്ലാം കലാസാഹിത്യ രംഗത്തെ പ്രവർത്തനം എന്നതിൽ നിന്നും ഒരു പടി കൂടി കടന്ന് കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രവുമായി, സാമൂഹ്യ പരിഷ്കരണവുമായി കൂടി ബന്ധപ്പെടുത്തി കേരളത്തിലെ സ്ത്രീകളുടെ അടുക്കളയിൽ നിന്ന് രംഗത്തേക്കും മൃദുമതിയും മറക്കുടയ്ക്കുള്ളിലെ മഹാനരകവുമെല്ലാം കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കരണത്തിൽ വഹിച്ചിട്ടുള്ള പങ്കിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ എല്ലാം കൂട്ടത്തിൽ അതിൻ്റെ തുടർച്ചയായി വിലയിരുത്തുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യേണ്ട ഒരു പേരാണ് നിലമ്പൂർ ഐഷ എന്ന പേര്.
സ്ത്രീ വിമോചനത്തിൻ്റെ ആശയങ്ങളുമായി ബന്ധപ്പെടുത്തി, സാമൂഹ്യ പരിഷ്കരണവുമായി ബന്ധപ്പെടുത്തി ചർച്ച ചെയ്യുകയും വിലയിരുത്തുകയും ചെയ്യേണ്ട വ്യക്തിത്വമാണ് നിലമ്പൂർ ഐഷ എന്നുകൂടി സാന്ദർഭികമായി ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഭാവി തലമുറ ആ ദൗത്യം നിർവഹിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ബഹുമാന്യരായ ഒട്ടേറെ പേർ ഈ വേദിയിൽ സംസാരിക്കാനുണ്ട്. ഞാനതുകൊണ്ട് കൂടുതൽ ദീർഘമായി ഒന്നും കടന്നു പോകുന്നില്ല. ഐഷാത്തയെ സംബന്ധിച്ചിടത്തോളം ഞാനെപ്പോഴും ചിന്തിക്കുന്നത്, ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ കോളേജിൽ ആർട്സ് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യാൻ ഐഷാത്തയെ വീട്ടിൽ പോയി കൂട്ടിക്കൊണ്ടുവന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് കാണുമ്പോഴും അത് കഴിഞ്ഞ് പിന്നീട് ഇത് ഭൂമിയാണ് അരങ്ങിൽ കാണുമ്പോഴും അതിനുശേഷം പലപ്പോഴായി വേദികളിലും അല്ലാതെയും ഐഷാത്തയെ കണ്ടുമുട്ടാറുണ്ട്. അപ്പോഴെല്ലാം ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, എപ്പോൾ കാണുമ്പോഴും ഐഷാത്തയ്ക്ക് ഒരേ പ്രായമാണ്. ഇപ്പോൾ കാണുന്ന പ്രായമാണ് 30 കൊല്ലം മുമ്പ് കാണുമ്പോഴും അതിനിടയിൽ കാണുമ്പോഴും ഒക്കെ. കാലം പ്രത്യേകിച്ച് പരിക്കൊന്നും ഏൽപ്പിക്കാത്ത ഒരു കലാകാരിയായി ഐഷാത്ത നമ്മുടെ മുൻപിലുണ്ട്. ഇനിയും ഏറെക്കാലം നമുക്ക് നമ്മളെ പ്രചോദിപ്പിക്കാൻ ഐഷാത്തയ്ക്ക് സാധിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഐഷാത്തയുടെ സംഭാവനകളെ ശരിയായി തിരിച്ചറിയാൻ നമ്മുടെ സമൂഹത്തിനും കഴിയും എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ രണ്ട് വർഷം മുമ്പാണ് എറണാകുളത്ത് വെച്ച് ഞാനൊരു കഥാപ്രസംഗം കേൾക്കുകയുണ്ടായി. നമ്മുടെ പ്രശസ്തനായ ഗാഥികൻ ഇടക്കൊച്ചി സലീംകുമാർ അവതരിപ്പിച്ച ഐഷ എന്ന കഥാപ്രസംഗം. നിലമ്പൂർ ഐഷയുടെ ജീവചരിത്രമാണ്, അതിൻ്റെ ഒരു സംക്ഷിപ്തമാണ് ഐഷ എന്ന പേരിൽ കഥാപ്രസംഗമായി രംഗത്ത് അവതരിപ്പിച്ചത്. ഇവിടെ ഈ പരിപാടികളുടെ ബ്രോഷർ കാണുമ്പോൾ ആ കഥാപ്രസംഗം ഇവിടെ ഉൾപ്പെടുത്തിയതായി കണ്ടില്ല, സമയക്കുറവ് കൊണ്ടോ മറ്റോ ആയിരിക്കും. നമുക്ക് ഇത്തരം പരിപാടികളുടെ ഭാഗമായി നിർബന്ധമായും ഉൾപ്പെടുത്താവുന്ന ഒരു കലാസൃഷ്ടിയാണ് അദ്ദേഹത്തിൻ്റെ ഐഷ എന്ന സലീംകുമാറിൻ്റെ ഐഷ എന്ന കഥാപ്രസംഗം എന്നുകൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു. ഐഷാത്തയുടെ കലാപ്രവർത്തനം അഥവാ സാമൂഹ്യ പ്രവർത്തനം നമ്മുടെ സമൂഹത്തെ ഇന്ന് കാണുന്ന വിധത്തിൽ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ വഹിച്ച പങ്ക്, അതിൻ്റെ മുൻപിൽ ആദരപൂർവ്വം ശിരസ്സുകുനിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദനം.